കേരളത്തിൽ കുറച്ച് അധികം നാളുകളായി ഒരു സ്ലോ പോയിസൺ കണക്കെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് മേഖലയിൽ ആ പിടിമുറുക്കുന്നുണ്ട്, സംസ്കാരത്തിൽ അത് പിടിമുറുക്കുന്നുണ്ട്, വസ്ത്രധാരണ രീതിയിൽ പിടിമുറുക്കുന്നുണ്ട്. ആ, മറ്റ് മതസമൂഹങ്ങളുടെ വിശ്വാസത്തെ പരസ്യമായിട്ടും രഹസ്യമായും ചോദ്യം ചെയ്തുകൊണ്ട് ആ, ഇവരുടെ ഈ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു സ്ലോ പോയിസൺ ആണ്. വളരെ കുറഞ്ഞ ആളുകളിലേക്ക് എത്തി 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 ആ, അത് കാലക്രമേണ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു സ്ലോ പോയിസൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിശ്വാസപൂർവം എന്ന പേരിൽ ഒരു ആത്മകഥ രചിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ വിശ്വാസപൂർവമാണോ അവിശ്വാസപൂർവമാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹവും ക്രൈസ്തവ സമൂഹവും പ്രത്യേകിച്ചും ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. കാരണം പള്ളികളോട് ചേർന്ന് ക്രൈസ്തവർ സ്ഥാപിച്ച പള്ളിക്കൂടങ്ങൾ, ആ പള്ളിക്കൂടങ്ങളുടെ ഉടമസ്ഥാവകാശം മുസ്ലിം സമുദായത്തിന്റെ ഉടമസ്ഥതയിലേക്ക് ചരിത്ര അപനിർമ്മിതിയിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ഇത്രമാത്രം ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ബഹുമാനിക്കുകയും നേതാവായി കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്റെ ആത്മകഥയിൽ ഇങ്ങനെ ഒരു നുണ എഴുതി ചേർത്തത് എന്ത് അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇവിടെയുള്ള പൊതുസമൂഹം കാര്യഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചരിത്ര അപനിർമ്മിതി എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ്. ഇപ്പൊ കുറെ കാലമായിട്ട് വാര്യംകുന്നൻ ഇവിടുത്തെ ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന പല ആളുകളെയും തീവ്രവാദികളായിട്ടും അതുപോലെ വർഗീയവാദികളായിട്ടും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി മത പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഇടങ്ങളിലേക്ക് ശക്തമായിട്ട് കടന്നു കയറിയ ചരിത്ര പുരുഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ടിപ്പു സുൽത്താൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുന്തൂണായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ വളരെ പതിയെ പതിയെ ചരിത്രത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ചില അപജയങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെ തുറന്നു കാണിച്ചു തീരൂ. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനയാണ്. ഒരു കാലഘട്ടത്തിൽ ജാതി ചിന്ത നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർണന് വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്ന തിട്ടൂരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 1856 പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ഒരു സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. 1856 ബെർണഡിൻ വിച്ചനല്ലി മെത്രാൻ തന്റെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന്. അത് സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ വികാരി ജനറൽ ആയിരുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1864 കൃത്യമായിട്ടും പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചതിന്റെ ആ കൽപ്പനയുടെ കൃത്യമായിട്ടുള്ള വിവരശേഖരങ്ങൾ മാന്നാനത്ത് ഇന്നും നമുക്ക് തെളിവായിട്ടുണ്ട്. ആ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും ആ പള്ളിക്കൂടങ്ങളിലൂടെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന് മുഴുവനും വിദ്യാഭ്യാസത്തിലൂടെ ഒരു നവോത്ഥാനത്തിനുള്ള അടിത്തറയിട്ട് നൽകുകയും ചെയ്ത ഒരു സമൂഹമാണ് ഈ ക്രൈസ്തവ സമൂഹം. ആ ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭാവനകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോ ഇവിടെ ഈ ചരിത്ര അപനിർമ്മിതി രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തുടർ കഥയായിട്ട് മാറുകയാണ്. നമ്മളുടെ പള്ളികൾ തന്നെ ഇന്ന് ചർച്ചുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അതിരൂക്ഷമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. പല മാധ്യമങ്ങളും അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മൾ ചർച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പള്ളികളുടെ ഇംഗ്ലീഷ് നാമമാണ് ചർച്ച്. സെയിന്റ് മേരീസ് ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ അതിന്റെ ആ പള്ളിയുടെ മലയാള പേര് എന്ന് പറയുന്നത് പള്ളി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്, ഈ കുറച്ചു കാലമായി പൊതുമാധ്യമ രംഗങ്ങളിൽ പോലും മലയാളത്തിൽ പോലും നമ്മുടെ പള്ളികളുടെ പേരിനെ ചർച്ച് എന്ന് എഴുതുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് ആരുടെ അജണ്ടകൾ നടപ്പിലാക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കുമോ ഇത് ഇത്ര വലിയ ഒരു കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അപകടം. നമ്മൾ പലപ്പോഴും, ക്രൈസ്തവ സമൂഹം പലപ്പോഴും നിസാരവൽക്കരിച്ചു പോയ പലതുമാണ് ഇന്ന് നമ്മളുടെ അടിസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ന്യൂനപക്ഷ അനുപാതം, ന്യൂനപക്ഷത്തിന്റെ സ്കോളർഷിപ്പുകളുടെ അനുപാതം. എത്രയോ കാലം ഈ ഒരു വിഷയം പല ആളുകൾ പറഞ്ഞു നടന്നതിന് ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് കേസിന് പോവുകയും ഇതൊരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോഴേക്കും കാലം ഒരുപാട് കഴിഞ്ഞു പോവുകയാണ്. ന്യായം ലഭിക്കേണ്ടത് പലതും അന്യായമായി വന്ന് നടപ്പിലാക്കപ്പെട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടി ജാഗ്രതയോടുകൂടി നീങ്ങേണ്ട ഒരു കാലമാണ്. പള്ളിയും പള്ളിക്കൂടങ്ങളുമൊക്കെ ചരിത്ര അപധർമ്മതയിലൂടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ശ്രമങ്ങൾക്ക് മേൽ നമ്മൾ ജാഗ്രത പുലർത്തിയേ തീരും.